ഇപ്പൊ ഓരോ ദിവസങ്ങൾ കഴിയുംതോറും ബി.ജെ.പി. സർക്കാരിന്റെ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്കും എന്നാൽ ചിലവരെ അനുകൂലിക്കുന്നവരുണ്ട്. ഇപ്പൊ വരുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നവരാത്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, ദുർഗാഷ്ടമി, വിജയദശമി, മഹാനവമി എന്നൊക്കെ പറഞ്ഞു 2-3 ദിവസങ്ങൾ. അങ്ങനെ അതുകൂടാതെ തന്നെ ഒരു 10 ദിവസം ഈ നവരാത്രി ദിവസങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പൂജകളും നവരാത്രി പൂജകളും നവരാത്രി വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ്. അപ്പം അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും അതുപോലെ ഉണ്ട്. എന്നാൽ കൂടി ഇപ്പൊ വരുന്നത് നവരാത്രി ദിവസങ്ങളിൽ മാംസങ്ങൾ വിൽക്കരുത് എന്നുള്ള രീതിക്ക്, ആ കടകളെല്ലാം തന്നെ പൂട്ടണം എന്നുള്ള രീതിക്ക്. അപ്പൊ അത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും നോൺ വെജുകൾ ഒഴിവാക്കിയിട്ട്, നോൺസ് അതായത് മത്സ്യ മാംസാദികൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കിയിട്ട് വ്രതം എടുക്കുന്നവരും ഒക്കെ. മറ്റുള്ളവരെ സംബന്ധിച്ച് അവർ ആ ഒരു വിശ്വാസമല്ല പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ചിലപ്പോൾ മത്സ്യവും മാംസവും ഒക്കെ ആണെങ്കിൽ അത് കഴിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ അത് പൊതുമൊത്തത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ത്യജിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലതായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു നീക്കങ്ങൾ നോക്കുമ്പോൾ മൊത്തത്തിൽ ഹിന്ദുസിന് അനുകൂലമായിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന എന്നുള്ളൊരു രീതി ചില കാര്യങ്ങളിലും ചില പ്രസ്താവനകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് BJP MLA രവീന്ദർ സിംഗ് നേഗിയാണ്. അപ്പോൾ ഇത്തരത്തില് അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവര് വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. അതുപോലെ തന്നെ മുസ്ലിംസും അത് പാലിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവരുടെ ഇഷ്ടം മാറ്റി വെക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ കടകൾ പൂട്ടുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പം ഇറച്ചിക്കടകൾ തുറക്കരുതെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് BJP നേതാക്കന്മാരുടെ കടകളും KFCയും തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ചോദ്യം ചെയ്തത് ആം ആദ്മി MP സഞ്ജയ് സിംഗ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രസ്താവനയെ. അതുപോലെ തന്നെ ഹിന്ദു വികാരം മാനിക്കുന്നുണ്ടെങ്കിൽ അവ അടച്ചിടണമെന്നും സഞ്ജയ് BJPയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതായത് BJPയുടെ ഈ ഒരു പരാമർശത്തിന് എതിരായിട്ടായിരുന്നു ആം ആദ്മി പാർട്ടി അംഗമായിട്ടുള്ള സഞ്ജയ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് KFC പോലുള്ള കാര്യങ്ങളായാലും അടച്ചിടണം എന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം അങ്ങനെ വരുമ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ തകരുകയാണ്. കുറച്ച് ദിവസം 10 ദിവസമാണ് നവരാത്രിയുടെ ശരിക്കുള്ള വ്രതം വരുന്നത്. അപ്പൊ ആ 10 ദിവസം എന്ന് പറഞ്ഞാല് ഉപജീവനം ഈ പറഞ്ഞ ഇറച്ചിക്കട കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ ഉപജീവനം മുട്ടുകയാണ്. അപ്പം നമ്മൾ എല്ലാ വശത്തുനിന്നും ചിന്തിക്കണം. ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ നവരാത്രി ദിവസങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ഇറച്ചി വിൽക്കരുത് എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഒരുപാട് പാവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതൊരു മതത്തിന്റെ ഒരു തരംതിരിവിൽ പറയുകയല്ല. എന്നാൽ കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവൻ ത്യജിച്ച് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും അത് അംഗീകരിക്കത്തില്ല. ഒരു രാജ്യത്തെ എല്ലാവരെയും അതായത് ഇന്ന കാര്യം പാലിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് നടത്തുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു കൊലക്കുറ്റം ചെയ്താൽ പോലും അതിന് കർശനമായിട്ടൊരു നിയമം നമ്മുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് പോലും അത് അങ്ങനെ പാലിക്കണം എന്നുള്ള രീതിക്ക് അതേ രീതിക്ക് നടപ്പാക്കുന്നില്ല നമ്മുടെ രാജ്യത്ത്. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നു? ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് എന്തിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഓരോ മനുഷ്യരും ചോദിക്കുകയുള്ളൂ. അതിപ്പോ ഹിന്ദുസ് ആണെങ്കിൽ ഹിന്ദുസിനിടയിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരും. ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ആയാലും ഇപ്പൊ UP-യിലൊക്കെയാണ് ഈ നവരാത്രി വളരെയധികം ആഘോഷപൂർണ്ണമായിട്ട് അവർ അനുഷ്ഠിക്കുന്നത്. അവര് എല്ലാവരും വ്രതമെടുത്ത് അങ്ങനെയായിരിക്കും അവർ പോയിക്കൊണ്ടേ. പക്ഷെ നമ്മുടെ കേരളത്തിലോട്ടൊന്നും നവരാത്രിക്ക് അത്രയ്ക്ക് ഇതില്ല. അത് വിദ്യാരംഭത്തിന് ആ ഒരു ദിവസം മറ്റു 2-3 ദിവസം മാത്രമേ, മഹാദശമിയുടെ അന്ന് മാത്രമേ വലിയൊരു ആഘോഷമുള്ളൂ. ബാക്കി ദിവസം നമുക്ക് കുഴപ്പമില്ലാതെയാണ്. അപ്പൊ ആ ഒരു സമയത്തായാലും നമ്മൾ അധികം വ്രതം എടുക്കാറില്ല. അപ്പം അവിടെ അത്രയ്ക്ക് തീവ്രമല്ലാത്ത അല്ലെങ്കിൽ ആ വ്രതം അനുഷ്ഠിക്കാത്തവരെ പോലും ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഒരു മാംസം കഴിക്കണം അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കണം എന്ന് തോന്നുമ്പോൾ അത് അവർക്കൊരു ഈ കടകളൊക്കെ പൂട്ടിയിടുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല. കാര്യം ആ ഒരു സമയം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ, ഒരു കല്യാണം വന്നാലും എന്ത് വന്നാലും ഇറച്ചിയും മീനും എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. ആ ഒരു സാഹചര്യത്തിൽ 10 ദിവസത്തോളം നമ്മൾ വ്രതം എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കടകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കൂടി ഒന്നിച്ച് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നിലപാട് ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ വ്രതം എടുക്കുക എന്നുള്ളത് അത് ആ ഒരു വിശ്വാസം അതിന്റെ രീതിക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ വർഷവും അതേ രീതിക്ക് വ്രതം എടുത്ത് പോകുന്നവരുണ്ട്. അവരത് കണ്ടിന്യൂ ചെയ്തോളുക. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ആവുന്നില്ല. അവർ പച്ചക്കറി കഴിക്കുക,
അതെ. എന്നാ കഴിക്കുന്നവര് കഴിച്ചോട്ടെ എന്നുള്ള അതെ, ഞാൻ രീതിയായിരിക്കും. പച്ചക്കറി കഴിക്കുന്നുണ്ട്, നീയും പച്ചക്കറി കഴിക്കണം എന്ന് പറഞ്ഞ ഒരു വാശി പിടിക്കല്ല വേണ്ടത്. അതെ ഞാൻ കഴിക്കുന്നെങ്കിൽ ഞാൻ അത് തന്നെ ഫോളോ ചെയ്ത് പോകും, അങ്ങനെ പോവുകയാണ് വേണ്ടത് അല്ലേ? ആ ഒരു അല്ലാതെ രീതിയായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള ഒരു വാശി ഇതിപ്പോ ഒരു ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അതെ തയ്യാറെടുക്കുന്ന ഒരു അതെ രീതിയാണ്. തീർച്ചയായിട്ടും. കാര്യം ആൾക്കാരെ തമ്മിൽ ചേരിതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു രീതി എനിക്ക് തോന്നി ഈ ഒരു വിഷയത്തിൽ. അതെ. എന്തിനാണ് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത പരാമർശങ്ങള്? പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവഭാഗ്യത്താൽ നമ്മുടെ കേരളത്തിലൂടെ ഒരു ബി.ജെ.പി. സർക്കാരിന്റെ അധികമായിട്ട് അവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവണം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ പുറം സംസ്ഥാനങ്ങളിലാണ് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളായാലും അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നതായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ബി.ജെ.പി. സർക്കാർ വീണ്ടും വീണ്ടും ഈ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നല്ല രീതിയിൽ തന്നെ അവര് നോക്കുന്നുണ്ട്. പക്ഷെ ഇത് പക്ഷെ അത് വീണ്ടും അവർക്ക് തിരിച്ചടി വെച്ചാൽ അവരോട് ഒരു വെറുപ്പ് തോന്നിക്കുന്ന രീതിക്കാണ് ഈ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വരുകയുള്ളൂ. പക്ഷെ അത് നമ്മൾ ആവശ്യത്തിന് ചെയ്യുക, അനാവശ്യമായി കഴിഞ്ഞാൽ അത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചില ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതെ തീർച്ചയായിട്ടും. അതായിരിക്കും ഈ നമുക്ക് തോന്നുന്നത്. കാര്യം ഇതിപ്പോ ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണ്. ആഹാരം എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ വേണ്ടെന്ന് വെക്കാനൊന്നും നമുക്ക് ആർക്കും പറ്റില്ലല്ലോ. എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പൊ അത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒഴിവാക്കി പ്രവർത്തിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറെ അധികം ആൾക്കാരെ ചിന്തിക്കുക, എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് വെക്കുക ആ ഒരു സമയത്ത്. അല്ലാതെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക എന്നൊന്നും പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആവത്തില്ല. കാര്യം ഒരുപാട് പേരുടെ ഉപജീവനം മുട്ടും. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്.